നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്തകുന്ന പുതിയ ബസ് സ്റ്റാൻഡിന് DPR തയ്യാറാക്കൽ ഉടൻ പൂർത്തീകരിക്കും. ബസ് സ്റ്റാൻഡിന് ആര്യടൻ മുഹമ്മദ് സ്മാരക മുനിസിപ്പൽ സെൻട്രൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പേര് നൽകാനും നഗരസഭ ഭരണസമിതി തീരുമാനം. കരിമ്പുഴയിൽ സ്വകാര്യ ബസും മിനി പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവർക്ക് പരിക്ക്. വൈകുന്നേരം 3:30 കരിമ്പുഴ പാലത്തിന് സമീപമാണ് അപകടം. കേരള സർക്കാരിന്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളം, ദേശീയ കൃഷി വികാസ് യോജന എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന കനി പന്തൽ പദ്ധതിയുടെ ഭാഗമായുള്ള തൈ വിതരണത്തിന് നിലമ്പൂരിൽ തുടക്കമായി. ഫാൻസുകളുടെ ചേരിതിരിഞ്ഞുള്ള ആക്രോശവും വെല്ലുവിളികളൊന്നുമില്ലാതെ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങൾ ആര്യടൻ ഷൗക്കത്ത് MLAക്കൊപ്പം ലോകകപ്പ് ഫൈനൽ ബിഗ് സ്ക്രീനിലൂടെ കണ്ടെത്ത നിലമ്പൂരിന്റെ ഒരുമയുടെ കളി കാഴ്ചയായി. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ജില്ലാതല ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി ടിക്കറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ചന്തകുന്ന പുതിയ ബസ് സ്റ്റാൻഡിന് DPR തയ്യാറാക്കൽ ഉടൻ പൂർത്തീകരിക്കും. ബസ് സ്റ്റാൻഡിന് ആര്യടൻ മുഹമ്മദ് സ്മാരക മുനിസിപ്പൽ സെൻട്രൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പേര് നൽകാനും നഗരസഭാ ഭരണസമിതി തീരുമാനം. ബസ് സ്റ്റാൻഡ് DPR തയ്യാറാക്കൽ പ്രവർത്തനങ്ങളുടെ പ്രധാന ഭാഗം പൂർത്തീകരിച്ച ആർക്കിടെക്ട് സിയാദ് K സലീമിന് തുടർ കൺസൾട്ടൻസി സേവനങ്ങൾക്കായി ചുമതല നൽകുവാനും പുതിയ കരാർ നൽകുവാനും നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. കഴിഞ്ഞ 7 വർഷക്കാലമായി പൊളിച്ചു കിടക്കുന്ന ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. ഇതുവരെ അത് കാലതാമസം നേരിട്ടത് നേരത്തെ ആ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കാൻ വേണ്ടി DPR അല്ല, അതിൻ്റെ സൈറ്റ് പ്ലാൻ അതേപോലെ 3D ഒക്കെ തയ്യാറാക്കിയിരുന്ന ഒരു സിയാദ് K സലീമും അതിനുശേഷം വന്ന ലീ ഇൻഡസ് ഹെൽത്ത് കെയർ കേരള ലിമിറ്റഡ്, അങ്ങനെ 2 കക്ഷികൾ അതിലുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ആളുകൾ വേണ്ടത്ര നഗരസഭയുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻറ്റിൽ വെച്ച ആ എഗ്രിമെൻ്റ് അനുസരിച്ചുള്ള പ്രവൃത്തികൾ നടത്തിയിട്ടില്ലെന്നും അവരെ അത് നിയമാനുസൃതം അറിയിച്ചിട്ടും ആവശ്യമായ രേഖകൾ അവർക്ക് ഹാജരാക്കാൻ കഴിയാതെ വരികയും എന്നാൽ അവർ 15.5 ലക്ഷം രൂപ നഗരസഭയിൽ നിന്ന് DPR ഉണ്ടാക്കാൻ വേണ്ടി കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അതേസമയം തന്നെ ആദ്യം എഗ്രിമെൻ്റ് വെച്ച 6 ലക്ഷം നഗരസഭയിൽ നിന്ന് കൈപ്പറ്റിയ സിയാദ് K സലീമിൻ്റെ എഗ്രിമെൻ്റ് പരാതിക്കനുസരിച്ച് രണ്ടും ഞങ്ങൾ പരിശോധിക്കുകയും AXC അടക്കമുള്ള ആളുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തേതാണ് നഗരസഭയ്ക്ക് സാമ്പത്തികമായും അതുപോലെ തന്നെ കുറേ കൂടി എളുപ്പത്തിൽ അതിൻ്റെ സൗകര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ നഗരസഭയ്ക്ക് അനുയോജ്യമായതും പൊതു താൽപര്യാർത്ഥം വേഗത്തിൽ നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കാൻ ആവശ്യമായതും നല്ലതും സിയാദ് K സലീമിൻ്റെ സൈറ്റ് പ്ലാൻ അനുസരിച്ചുള്ള പ്രവൃത്തിയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 8/7/2026 ഞങ്ങളുടെ തീരുമാനപ്രകാരം ഇന്നത്തെ കൗൺസിൽ സിയാദ് K സലീമിന് തന്നെ ലീ ഇൻഡസിന് കൊടുക്കാൻ ലീ ഇൻഡസിനെ ഈ വർക്കിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി 8/7/26 തീരുമാനിച്ചിരുന്നെങ്കിലും ഇന്നത് ഒന്നുകൂടെ ആലോചിച്ച് ഇന്നത്തെ ചർച്ചയിൽ സിയാദ് K സലീമിനെ തന്നെ ഏൽപ്പിക്കുന്നതാണ്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുതിയ നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 2018 പൊളിച്ചു മാറ്റിയത്. ബസ് സ്റ്റാൻഡ് സൗകര്യം ഇല്ലാത്തതിനാൽ യാത്രക്കാരും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും സ്ത്രീകളും വയോജനങ്ങളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളും ദീർഘകാലമായി വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു വരികയാണ്. ബസ് സ്റ്റാൻഡ് നിർമ്മാണ പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സർവേ പ്ലാൻ, ഡിസൈൻ, 3D വ്യൂ തുടങ്ങിയ പ്രധാന ഭാഗം ആർക്കിടെക്ട് സിയാദ് K സലീം പൂർത്തീകരിച്ചിരുന്നു. അതിനായി നഗരസഭ 6 ലക്ഷം രൂപ അനുവദിച്ചിരുന്നതുമാണ്.
എങ്കിലും കഴിഞ്ഞ ഭരണസമിതിയിലെ ഇൻഡസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് 2025 ജനുവരി 25 കരാർ നൽകുകയും 15,57,480 രൂപ നൽകുകയും ചെയ്തു. DPRന്റെ ആവശ്യമായ അംഗീകാരങ്ങൾ ലഭിക്കാതിരിക്കുകയും ടൗൺ പ്ലാനർ നിർദ്ദേശിച്ച അപാകതകൾ നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പദ്ധതി കാലതാമസം നേരിട്ടതായി കൌൺസിൽ വിലയിരുത്തി. ലേ ഇൻഡസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് നൽകിയ കരാർ ഒഴിവാക്കുവാനും നൽകിയ സംഖ്യ തിരിച്ചുപിടിക്കുവാനും 2026 ജൂലൈ 8 തീരുമാനിച്ചിരുന്നു. ആവശ്യമായ സാങ്കേതിക തിരുത്തലുകൾ, അംഗീകാരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി മാർക്കറ്റ് നിരക്കും നിയമാനുസൃത വ്യവസ്ഥകളും അടിസ്ഥാനമാക്കിയാണ് പുതിയ കരാർ നൽകുന്നത്. കരിമ്പുഴയിൽ സ്വകാര്യ ബസും മിനി പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവർക്ക് പരിക്ക്. വൈകുന്നേരം 3:30 കരിമ്പുഴ പാലത്തിന് സമീപമാണ് അപകടം. കരിമ്പുഴയിൽ സ്വകാര്യ ബസും മിനി പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവർക്ക് പരിക്ക്. വൈകുന്നേരം 3:30 കരിമ്പുഴ പാലത്തിന് സമീപമാണ് അപകടം. വഴിക്കടവ് തിരൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസും നിലമ്പൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ മിനി പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. വാൻ ഡ്രൈവർ കർണാടക സ്വദേശി രാഘവേന്ദ്രയ്ക്കാണ് പരിക്ക് പറ്റിയത്. ഇടിയുടെ ആഘാതത്തിൽ വാനിൽ കുടുങ്ങിയ ഇയാളെ നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത്. തുടർന്ന് ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള സർക്കാരിന്റെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളം, ദേശീയ കൃഷി വികാസ് യോജന എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന കനി പന്തൽ പദ്ധതിയുടെ ഭാഗമായുള്ള തൈ വിതരണത്തിന് നിലമ്പൂരിൽ തുടക്കമായി. നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കൃഷിഭവനിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള താല്പര്യവും പരിസ്ഥിതി സംരക്ഷണ ബോധവും വളർത്തുന്നതിനൊപ്പം അവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുക എന്നതുമാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിൽ നിന്നും തിരഞ്ഞെടുത്ത 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷൌക്കത്ത് അലി കുമഞ്ചേരി, സ്ഥിരം സമിതി അധ്യക്ഷരായ മുംതാസ് ബാബു, സ്മിത മോൾ, സുരേഷ് പാത്തിപ്പാറ, മേരി ഷിബു, കൌൺസിലർമാരായ AT ഫ്രാൻസിസ്, ഉമ്മർ രാമൻകുത്ത്, ഇന്നി പാടിക്കുന്ന് എന്നിവർ സംബന്ധിച്ചു. കൃഷി ഓഫീസർ വിശാഖ ടി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷബീർ അലി മുക്കട്ട, കൃഷി അസിസ്റ്റന്റുമാരായ സുനിൽ CC, മീന P, നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ പ്രധാനാധ്യാപകൻ സിദ്ദിഖ് ഹസൻ, SMC അധ്യക്ഷൻ കൃഷ്ണകുമാർ, നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ SMC അധ്യക്ഷൻ മുഹമ്മദ് കോയ കടവത്ത് തുടങ്ങി വിവിധ സ്കൂളുകളിലെ അധ്യാപകരും PTA SMC ഭാരവാഹികളും പങ്കെടുത്തു. ഫാൻസുകളുടെ ചേരിതിരിഞ്ഞുള്ള ആക്രോശവും വെല്ലുവിളികളൊന്നുമില്ലാതെ സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങൾ ആര്യടൻ ഷൗക്കത്ത് MLAക്കൊപ്പം ലോകകപ്പ് ഫൈനൽ ബിഗ് സ്ക്രീനിലൂടെ കണ്ടത് നിലമ്പൂരിന്റെ ഒരുമയുടെ കളിക്കാഴ്ചയായി. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലും എടക്കര ടൗണിലുമായി രണ്ടിടത്താണ് MLA ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ കാണുവാൻ ബിഗ് സ്ക്രീൻ സൗകര്യം ഒരുക്കിയത്. കളി കാണുവാൻ MLA ഒപ്പം ഉണ്ടാകണമെന്ന് രണ്ടിടത്തും നിർബന്ധമായതോടെ ഒന്നാം പകുതി എടക്കരയിലും രണ്ടാം പകുതി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലുമായാണ് ഷൗക്കത്ത് കളി കണ്ടത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ ജനക്കൂട്ടമായിരുന്നു ചന്തക്കുന്നിലുണ്ടായിരുന്നത്. അധിക സമയത്ത് നേടിയ ഗോളിലൂടെ സ്പെയിൻ ലോകകപ്പ് സ്വന്തമാക്കിയപ്പോൾ MLAക്കൊപ്പം ആർത്തു വിളിക്കുകയായിരുന്നു ജനക്കൂട്ടം. എല്ലാവർക്കും ഒന്നിച്ചേർന്ന് കളി കാണുവാനുള്ള ഒരുമയുടെ വേദിയാണ് നിലമ്പൂരിൽ ഒരുക്കിയതെന്ന് ഷൗക്കത്ത് പറഞ്ഞു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ജില്ലാതല ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി ടിക്കറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. ആദ്യ വിൽപ്പന മുഖ്യാതിഥിയായി പങ്കെടുത്ത ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. മലപ്പുറം നഗരസഭ വാർഡ് കൌൺസിലർ PK സബന മൻസൂർ അധ്യക്ഷയായി. അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർമാരായ VP റജുല, VB സന്തോഷ് എന്നിവരും ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സിന്റെ വിവിധ പ്രതിനിധികൾ, ലോട്ടറി ഏജന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ ഇൻചാർജ് MV രാജേഷ് കുമാർ സ്വാഗതവും ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമ ഓഫീസർ IJ സിനി നന്ദിയും പറഞ്ഞു. കേരള ലോട്ടറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയായ 30 കോടി രൂപയാണ് ഈ വർഷം തിരുവോണം ബമ്പറിന് ഒന്നാം സമ്മാനമായി ലഭിക്കുക. 500 രൂപയാണ് ടിക്കറ്റ് വില. സെപ്റ്റംബർ 26 നറുക്കെടുപ്പ്. മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ടിന്റെ ഭാഗമായി വിവിധ ഉന്നതികളിലെ വനിതകൾക്കായുള്ള 32 ദിവസത്തെ ടൈലറിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് പരിശീലനത്തിന് നിലമ്പൂർ നഗരസഭയിൽ തുടക്കമായി.
പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിർവഹിച്ചു. നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. 32 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള യാത്രാ ചെലവ്, ഭക്ഷണം ഉൾപ്പെടെ നൽകിയാണ് പരിശീലനം നടത്തുന്നത്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സംരംഭം ആരംഭിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെ കുടുംബശ്രീ ജില്ലാ മിഷൻ നൽകും. ആദ്യ ബാച്ചിൽ പരിശീലനം നേടിയ 30 പേരിൽ 18 പേർ ഇതിനോടകം സംരംഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ കെ സ്മിത മോൾ, കൌൺസിലർമാരായ മേരീസ് ഷിബു, മുഹമ്മദ് ഷിഹാബ്, കെ പി പ്രഭ, ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ മുഹമ്മദ് സാനു സ്വാഗതവും പ്രീ ഏജൻസി കോർഡിനേറ്റർ റാഷിദ് നന്ദിയും അറിയിച്ചു. ദേശീയ തലത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവർ എന്ന ബഹുമതിക്ക് അർഹനായ അമൻപ്രീതിനെ മൊമെന്റോ നൽകി അനുമോദിച്ചു. അമൻപ്രീത് GLP വീട്ടിക്കുത്ത സ്കൂൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയാണ്. നിലമ്പൂർ വീട്ടിക്കുത്ത് ഡോക്ടർ വിഷ്ണു ജയകുമാറിന്റെയും ആദ്രയുടെയും മകനാണ് അമൻപ്രീത്. തന്റെ 5ാം വയസ്സിൽ റെക്കോർഡ് സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പൊതുവിജ്ഞാന വിവരങ്ങൾ ഓർത്തെടുത്ത് അവതരിപ്പിച്ചതിനാണ് ദേശീയ തലത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ബഹുമതിക്ക് അർഹനായത്. ശോഭിക വെഡിങ്സിൽ ജീവനക്കാരുടെ ജന്മദിനാഘോഷവും ജീവനക്കാരുടെ SSLC +2 വിജയികളായ മക്കളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. പരിപാടി നിലമ്പൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷൗക്കത്ത് അലി കൂമഞ്ചേരി ഉദ്ഘാടനം ചെയ്യുകയും ആശംസാ സന്ദേശം നൽകുകയും ചെയ്തു. இந்த ஆட்டம் போதுமாக்கும். ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും അവരുടെ മികച്ച നേട്ടങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. സ്റ്റോർ മാനേജർ ഷാക്കിർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഷോറൂം ഇൻചാർജ് ഷാജി പടിഞ്ഞാറേ വീട്ടിൽ, അഡ്മിൻ അബ്ദുൾ അസീസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ സമൂഹത്തിന് മാതൃകയാണെന്ന് ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു. സ്റ്റാഫ് ജന്മദിനം ആഘോഷിക്കുന്ന ജീവനക്കാരെ ചടങ്ങിൽ ആദരിക്കുകയും കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത പരിപാടി സന്തോഷകരമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു. ഇതിനോടനുബന്ധിച്ച് ശോഭിക വെഡ്ഡിങ്സിന്റെ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള പുതിയ ഓണം കളക്ഷനും ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.